ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ സംസ്ഥാന മത്സരമാണ് അല്ലെ സലീം? ഈ ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന ഈ ഗ്രൗണ്ട് ഇതുപോലെ സജ്ജീകരിച്ചതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കൂടിയാണ് എന്ന ഒരു വലിയ പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ നിലമ്പൂരിൽ അതിഥികളായി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. എന്തെങ്കിലും പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ചാമ്പ്യൻഷിപ്പ് 20-ാം തീയതി അവസാനിക്കുമ്പോൾ ഒരു നല്ല അനുഭവത്തോടു കൂടിയായിരിക്കണം നിങ്ങളൊക്കെ നിലമ്പൂരിൽ നിന്ന് പോകേണ്ടത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. KFA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം, പ്രൊഫസർ അഷ്റഫ്, മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര, സെക്രട്ടറി ഡോക്ടർ സുധീർ കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 20 വരെ നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലാ ടീമുകൾ പങ്കെടുക്കും. ആദ്യദിന മത്സരത്തിൽ കണ്ണൂർ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് കോട്ടയത്തെ പരാജയപ്പെടുത്തി. 1-നെതിരെ 5 ഗോളുകൾക്ക് മലപ്പുറം പത്തനംതിട്ടയെ പരാജയപ്പെടുത്തി. ഇത് 2ാം തവണയാണ് സംസ്ഥാന വനിതാ ഫുട്ബോളിന് നിലമ്പൂർ വേദിയാകുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.